കഴിഞ്ഞ ദിവസം പന്നിക്കണിയിൽ ഷോക്കേറ്റ് മരിച്ച ആ യുവാവ് ഷോക്കേറ്റ് മരിച്ച വാർഡിലടക്കം അൻവറിന്റെ മുന്നേറ്റമാണ് പ്രകടമായതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അത് നൽകുന്ന സൂചനകൾ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അവിടെ ബാധിച്ചു എന്ന് തന്നെയാണ്. അതിന്റെ കൃത്യമായൊരു ചിത്രമായി അത് മാറുമോ? വഴിക്കടവിന്റെ മാത്രം ട്രെൻഡാണോ? മറ്റു പഞ്ചായത്തുകളിലേക്ക് ഇത് എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. നമുക്ക് കാത്തിരിക്കണം. രണ്ടാം റൗണ്ട് എന്ത് പറയുമെന്ന ചോദ്യം പ്രസക്തമാണ്. പകുതിയാകുമ്പോൾ 537 എന്ന ലീഡിൽ ആര്യടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നിൽക്കുന്നു. ഈ ലീഡല്ല UDF പ്രതീക്ഷിച്ചിരിക്കുന്നത്. വഴിക്കടവ് കഴിയുമ്പോൾ ഒരു 2000 തൊട്ട് 3000 എങ്കിലും ലീഡ് ഉയർത്തേണ്ട ബാധ്യത UDF-നുണ്ട്. ഇനിയുള്ള പഞ്ചായത്തുകളിൽ 4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. വഴിക്കടവിലെ അപർണ നമ്മളതോട് കാത്തിരുന്ന് കാണണം. ഇനിയും 2, 3, 4 റൗണ്ട് ഉണ്ട്. എന്തായാലും അൻവർ കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാകാത്ത ഒരു ശക്തിയായി മാറുമോ എന്ന് കൂടി തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. തുടക്കത്തിൽ 1500 വോട്ടുകൾ ആദ്യ റൗണ്ടിൽ നേടിയെന്നത് ചെറിയ കാര്യമല്ല. BJP സ്ഥാനാർത്ഥിക്ക് 400 വോട്ടുകൾ മാത്രമാണ് ലഭ്യമായത്. മൂന്നാമത് അൻവർ ഉണ്ട്. ഇപ്പോൾ 380ലേക്ക് ആര്യടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം സൂചന. ഷൗക്കത്തിന് ആദ്യ റൗണ്ടിന്റെ ലീഡ് രണ്ടാം നിലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാം റൗണ്ടിൽ അവിടെ രണ്ടാം റൗണ്ടിന്റെ പൊതുചിത്രം വരുമ്പോൾ ഒരുപക്ഷെ അൻവറിന് ലീഡ് ഉണ്ടെങ്കിൽ കൂടിയും ആദ്യത്തെ ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ UDF-ന് വെല്ലുവിളിയാണ്. കാരണം ആദ്യ 4 റൗണ്ടുകളിൽ ഭൂരിപക്ഷം 1500-ന് മുകളിലേക്ക് പോയിരിക്കണം UDF-ന്റെ കണക്കിൽ. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നിലമ്പൂർ മറ്റൊരു ജനവിധി എഴുതുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഇതൊരു സൂചനയുമല്ല. നമുക്ക് 1, 2, 3 റൗണ്ടുകൾ വരെ കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പിനൊടുവിലാണ് നിലമ്പൂർ പറയാൻ പോകുന്ന ജനവിധിയുടെ കൃത്യമായ സൂചന വരിക. പക്ഷേ ആദ്യ റൗണ്ടിൽ തന്നെ നമുക്ക് മുന്നിൽ വ്യക്തമായ ഘടകങ്ങൾ ഇതാണ്. PV അൻവർ ഒരു ഫാക്ടറാണ്. അൻവർ വോട്ട് പിടിച്ചു. 1588 ഔദ്യോഗികമായി തന്നെ ആദ്യ റൗണ്ടുകൾ പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് ചോർത്തിയത് UDF-ൽ നിന്നാണ് കണക്കാണ് ഇപ്പോൾ മുന്നിലുള്ളത്. രഞ്ജിത്ത്, ഇത് കഴിയുമ്പോൾ പൊട്ടാൻ പോകുന്ന ബോംബ് UDF-നകത്ത് ഈ നമുക്കൊപ്പം ചേർന്നു. CV അനുമോദ ഉറ്റുനോക്കുകയായിരുന്നു വഴിക്കടവിൽ മിനിമം 2000. അതല്ലാണ്ട് UDF-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി അങ്ങോട്ടുള്ള മറ്റു പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ. പക്ഷേ 452 എന്നൊരു കണക്കിൽ നിൽക്കുന്നു. രണ്ടാം റൗണ്ട് എണ്ണി തീർന്നിട്ടില്ല. ഇനിയുള്ള 2 റൗണ്ടുകൾ, അതായത് 14 ബൂത്തുള്ള വഴിക്കടവ്, മൂന്നാം റൗണ്ടിൽ വഴിക്കടവ് 4 ബൂത്തുള്ള റൗണ്ട് 4. എത്ര പ്രതീക്ഷിക്കണം? എങ്ങനെ കടക്കും? 2000, 1500 കടക്കുമോ UDF?